വാ മോനെ. ആ പരിപാടി തുടങ്ങട്ടെ. ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയല്ല. ആ മെറൂൺ ഫെലോ. മെറൂൺ ഫെലോ എന്ന് ഉദ്ദേശിച്ചത് ജയനയാ, മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ, കേട്ടോളൂ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കയറട്ടെ. മഞ്ഞയാണോ? അവൻ യെല്ലോ ഫെലോ. ഒന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെറുക്കണ പെണ്ണിന്റെ. മോനിട്ടോടാ. ആ മാലയിൽ നിന്ന് എടാ മനെ ഈ കടിച്ചടയ്ക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ, കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്. മോതിരം വല്ല കൊടുത്തുണ്ടോ? മോതിരം ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നടക്കാം പോരെ. ഏതാ ഈ നരപ്പൻ അഹങ്കാരി? ആന്റി വാ. എല്ലാവരും കൂടെ പോകുന്നത് വീട്ടിൽ തടയുന്നു പോരെ. മണ്ടപം സുമാരല്ല. പിന്നെ നമുക്കൊന്ന് ചിരിച്ചോണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. ആരാണോ വീണ്ടും അത് പെറ്റ് കിടക്കുന്നത്? മുണ്ടൊന്ന് നേരിട്ട് കസവ് നേരിട്ടോ. Ready, smile. എന്നെ നോക്കണ്ട, ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രാവശ്യമാണ് ക്യാമറ ലുക്ക്. മതി മതി, താനിപ്പോ എടുക്കണ്ട. സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സഞ്ജേട്ടാ. ഇവിടെ ഫോട്ടോ ഫോട്ടോ കിട്ടിയില്ലേ? വന്നപ്പോൾ ഭയങ്കര ഷോണല്ലോ പോയി. വായന പൂജിക്കണോണ്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാരല്ല വിട്ടേക്ക്. ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റവരാണോ അതിനകത്ത്? എന്താ ചേട്ടാ ദക്ഷിണ കൊടുക്കാറായി. പത്മാ പറഞ്ഞിട്ടാ വിളിച്ചേ. വേഗം വരാൻ പറഞ്ഞു. ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും ബസ്സേ കയറ്റിക്കൂടാം. ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട. ചെല്ല് ചെല്ല്. നമസ്കാരമുണ്ട്. ഞാൻ പെണ്ണിന്റെ വകയിലൊരു കൊച്ചനാ. ചെറുക്കൻ നല്ല മിട്ടുക്ക ചെറുക്കനാണ്. ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. എങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് മതി, അല്ലെങ്കിൽ അവൾ അറിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും എന്നെ കെട്ടാൻ തയ്യാറായതില്ലേ, അത് വലിയൊരു കാര്യം. എന്ത് കാര്യങ്ങള്? അല്ല, അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കം കെട്ടാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അറിഞ്ഞിട്ടില്ലേ? അല്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളക്കം ചേട്ടനാണ് അല്ലേ. അതുകൊണ്ടാ. പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, ഇത് നമ്മളായിട്ട് അറിഞ്ഞു തീർച്ചയായിട്ടും പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിച്ചിട്ട്. കാണാതെ എടി. പിന്നെ നീ വന്നെ. അതെ, ഈ പെണ്ണിനെന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ. കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത്. എന്റെ ആങ്ങളെ കല്യാണം കൊണ്ടതിന്റെ ക്രിമേഡിയാ നിങ്ങൾക്ക്. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ. എന്നാലും എന്തോ ഒരു വന്തികേടോ ഉണ്ട്. ഏട്ടനെ ഇവിടെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കൊണ്ട് ഒരു കാര്യമില്ല. സമയത്തിന് മരുന്ന് കൊടുക്കാൻ കൊന്നു വന്നു. ചേട്ടൻ കൊടുത്തു കൊടുത്തു. നന്നായി വാ മോളെ. അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരായിരിക്കും. സുഗത സുഗതേട്ടാ, സുഗത ചേട്ടാ. പിന്നെ ദക്ഷിണ ജലജ വാ. യോ, ചേട്ടന് കൊടുത്തിട്ട് മതിയായിരുന്നു. ചേട്ടാ വാ. എടി സമയമില്ല. നിക്കേട്ടാ. പട്ടാളം അത് മുറുക്കാനല്ല,
ദക്ഷിണയാണ് അത് ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ മതി മതി, ബാക്കിയൊക്കെ സ്റ്റേജിൽ കൊടുക്കാം. 5 മിനിറ്റ് സാരി ഒന്ന് ശരിയായിക്കോട്ടെ. ഇപ്പോഴാണോ ചെയ്തത്? ഇപ്പൊ വിടാം. വേഗം. ഓ ഇനി ഇയാൾ അങ്ങോട്ട് ഉണ്ടാക്കിയാലേ അത് ശരിയാകത്തുള്ളൂ. ഒത്തിരി സൈലോട്ട് കൊണ്ടുവന്ന്. കൊണ്ടുവരാം. കൊണ്ടുവരാം. ഇവിടെ പോയി കിടക്കണമെന്ന്. അതെ അതെ, ഒരു പൊക്കം കുറഞ്ഞ കാണാൻ വർക്കത്തൊന്നുമില്ല. എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ. താനല്ലേ കണ്ടല്ലേ? കണ്ടില്ല. കണ്ടില്ല കണ്ടില്ല. എവിടെ നിന്ന് വരുന്നത്? ഇല്ല പണിയില്ല. ഇപ്പൊ എങ്ങനെയാ? നമസ്കാരമുണ്ടേ. ഇവിടുത്തെ ആരെങ്കിലും ആണോ? പെണ്ണിന്റെ കൊച്ചനാ. എന്നാ? അല്ല, ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് കൊച്ചത്തിനാ. എന്നാ പറ്റി? ഈ പെണ്ണ് വല്ല ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ? ആർക്കറിയാം ജവാദോഷം? ഈ സ്വഭാവമുള്ള ചെറുക്കിന് കെട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചോദിച്ചാണേ. ഹലോ സന്ദീപ്, ഞാൻ കിരൺ, അഞ്ജനയുടെ ഫ്രണ്ടാ. കൈ കിടന്നേ. അടിപൊളി കല്യാണമൊക്കെ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പോയി. അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനോ അല്ലേ? പുള്ളി അടിപൊളിയാണ് കേട്ടോ. എന്റെ കല്യാണം ആയിരിക്കണം. പുള്ളീനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കണം. ഭയങ്കര കാശ. കല്യാണമൊക്കെ ഒരിക്കലല്ലേ നടക്കുള്ളൂ പോയി. എൻ്റെ കുറച്ച് റെഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാണിച്ചേ. അല്ല, അത് കുതിരയല്ലേ? കുതിര ഇവിടെ ഇല്ല. പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റു കുതിരയുടെ പോലെ ഇരിക്കണം ഏറ്റവും. പുള്ളി വായന തോളത്ത് കയറ്റി വെച്ച് കൂട്ടുകാരാണെന്ന് ബാക്കിൽ തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ ഇട്ടു. അതുകൊള്ളാം. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? ഇൻസ്റ്റയിലേക്കിടല്ലോ കല്യാണം ചെക്കൻ. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്തതാ. എന്നിട്ടാവും പുനർജീവിച്ചു വന്നതാ. ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല, ചേട്ടൻ്റെ മോനൊക്കെയാ. ഏട്ടന്റെ മോനാണോ? ആ, എൻ്റെ ചേട്ടൻ്റെ മോനാണല്ലോ. അതെ. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലേ. കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അല്ല, അനുഭവിക്കണം. അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മ വരുത്തോണ്ടേ അവൻ ഈ അടി ബഹളം നടന്നവനാ. എനിക്കൊന്നും പറയാനല്ല. അപ്പൊ നമ്മൾ മോശക്കാരനാ. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെ എല്ലാവരും കൂടി. എനിക്കെന്നാ സോറി. ഇറ്റ്സ് ഓക്കേ. എടാ ഫോട്ടോക്കാരാ, എന്റെ മോടെ 2 ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ. വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. പൊക്കോ. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കെട്ട് കഴിഞ്ഞെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് സമ്മതിക്കില്ല. ചേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ മോനെ? എൻ്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും? അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി. ഓക്കെ. എന്താ കളിക്കുന്നേ? കെട്ടുപോട്ടോ. കെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. കൊടുത്തു. ഇപ്പൊ കൊടുക്കാം. ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസോ? ആർക്ക് കൊടുത്ത? കല്യാണത്തിന് മെയിനാൾക്ക്. 2 ഗ്ലാസ് എടുത്തോളാം. ഒരെണ്ണം കൊടുത്തു. എന്താ ജവാൻ യൂണിഫോം കറക്റ്റ്. ഞാൻ ഈ മിലിറ്ററി ക്യാമ്പിൽ നോക്കി കാണുമായിരുന്നു. അതെ സാർ, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പുരയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണൽ സഭ എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നുകൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന്. നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ? ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ ലേറ്റ് പോനെ. അതുകൊണ്ടൊരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല, അവന് ചായട്ടുണ്ടൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്.
ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടായി പോയി ഇല്ലെങ്കിൽ പോയി. ഹലോ ഇവിടുത്തെ ആരായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണിന്റെ അപ്പച്ചിയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ ചെറുക്കൻ ദുബായാണല്ലോ. ആ ആ ഞാൻ ചെറുക്കൻ്റെ വകയൊരു അമ്മാവനാ. ആ ഈ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു, കൂടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല ഈ ചെറുക്കൻ ദുബായിലെ രണ്ട് പിലിപ്പിടി പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ മൊത്തം പാട്ടാ. അറിയോ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേന്ന്? എനിക്കറിയാം. സാറല്ലേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പോഴാ? അവരെല്ലാവരും ഇങ്ങനെ വരും. അവർ വന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞ അപ്പം തന്നെ ഇലടാലോ. ഇടാം. ആ എന്തൊക്കെ കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം. പായസം? ആ പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടിക്കി. സാമ്പാറിൽ മണ്ണ് വരട്ടെ. ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കി. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടിയാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചെറുക്കനെ പറഞ്ഞു. ഞാൻ പെണ്ണിന്റെ ആയിരിക്കും. അത് ശരി. അപ്പൊ കുമ്മനായല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. ഞണ്ണാൻ നേരത്ത് കാണാം. എന്നാ ഞണ്ണാൻ നേരത്തെ തന്നെ കാണാം. നിനക്ക് പ്രാന്താണ്. എന്താണോ തന്റെ മുഖത്ത് കണ്ണില്ലേ? രണ്ട് കണ്ണുകൊണ്ട് ചേച്ചി, ക്ഷമിക്കണം. ഇവിടുത്തെ ആരാ? ഞാൻ പെണ്ണിൻ്റെ ഒരു ബന്ധുവാ. ഞാൻ ചെറുക്കൻ്റെ രാകുന്ന ബന്ധു. ഇതൊരു കാര്യം ഇന്നലെ പെൺകുട്ടിൻ്റെ സ്വഭാവത്തേക്ക് അറിഞ്ഞിട്ട് നടത്തിയാൽ മതിയായിരുന്നു. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെങ്കൊച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പെണ്ണിന്റെ കഴുത്തിൽ സ്വർണ്ണമൊന്നും കാണാനില്ലല്ലോ. ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡാന്നാ തോന്നണേ. കെട്ടിച്ച് കൊടുക്കണതാ ഒരു മണ്ടൻ. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണവും ഇല്ല, ഏഴ് ദോഷം കേൾപ്പിച്ച് എല്ലാം കറക്റ്റാക്കി. ഒന്ന് മാറുള്ളൂ. അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മാവനെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരോ കയറുക. ചേട്ടാ, കല്യാണച്ചക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്നോ അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നും വേണ്ട. അല്ല, അത് വേണം. ചേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുമേഷ്, പ്രമോദേ, വാ വാ വാ. എന്താണ്? വാ. താരുമാനെ, സഹദേവനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ?
അല്ല ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജടാ വിളിക്കട്ടെ വരെ വിളിക്കട്ടെ. ചേട്ടാ ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. ഓടാ അവിടെ നിന്ന് വേറെ ആരെങ്കിലും വിളിക്കും. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴാണ് ഓരോരോ വേഷം കെട്ടും. അതെ അളിഞ്ചല്ലേ ചക്കനെ തട്ടി തോളൊക്കെ ഇരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം ഒന്നും സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല് കല്യാണം കൊടുക്കട്ടെ. അല്ല എന്തായി ചേട്ടാ പറയാം. ഞാൻ മോനെ ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ ഈ തോളെങ്കിൽ ഈ തോള് കേറട്ടെ. ചേട്ടനല്ല ചേട്ടനാ. കിരൺ ചേട്ടൻ എന്താ പരിപാടി? കെട്ടിപ്പ് നടക്കൂട്ടാ. പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്? അളിയ വെക്കലേ ഞാൻ ഒരു 1 2 3 പറയും. അപ്പൊ എല്ലാരും കൂടി യോ പറയണം. യോ അളി ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. 1 2 കൊച്ചായിരുന്നോ? രാവിലത്തെ സാമ്പാറിന് പരിപ്പ് കൂടിയാ. ഇവിടെ കല്യാണ ചകനൊക്കെ നന്നായിട്ട് തിരിക്കണം. എന്താണ് എന്താണ് കുഴപ്പമില്ലടാ മോനെ. എന്തോ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ മുഹൂർത്തായി കെട്ടി നടക്കട്ടെ. എന്ത് കളിയൊക്കെ ചെയ്യരുന്നു. ഞാനൊന്നും അല്ല. അത് പോട്ടെ പോലെ വിട്. എന്ത് പോട്ടെ എന്ത് പോട്ടേന്നാ താൻ ഈ പറയണത്? താനോ? ചെറുക്കനെന്തൊരു അഹങ്കാരിയാണല്ലേ. അവളെ അമ്മാവും കൊണ്ടത് ബന്ധമല്ലേ, അനുഭവിക്കട്ടെ. മോനെ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരനാ. ഇത്തിരി പോലെ സ്വർണ്ണം ഇട്ടിട്ട് അവൻ പാവായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിച്ചു. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ഇത്ര വൃത്തിയുടെ കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോട്ടെ വിചാരിച്ചു. എന്താ കാര്യം അറിഞ്ഞു? തന്റെ മോനെ പറ്റി ഇതിനും 18 കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഇല്ല, എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ മോളാ. സന്ദീപ് പോട്ടെ. എന്താണിങ്ങോട്ട് മാറിക്കണോ? ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. ഈ ചെക്കൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. മാറി നിൽക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. പെണ്ണിന്റെ ഓരോ എന്നാ കാര്യം അറിഞ്ഞത്? പിന്നെ തന്റെ ചെറുക്കൻ മറ്റേ കൊണച്ച ആളല്ലേ. ഒരു പെണ്ണിന് വേണ്ടി ചാവാനാണെന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ചായ നടന്നത്. നിങ്ങളുടെ മകള് വെല്ലോടെ കൂടെ പോയത് ഞങ്ങളെന്താ വേണ്ട?
എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാവുണ്ടല്ലോ മിണ്ടിയാ? കുത്തേ.